ഹായ്, ഹലോ. ഈ സാഹസിക യാത്ര എങ്ങോട്ടാണെന്നറിയോ? ഞാനിപ്പോൾ നാഗാലാൻഡിൽ തന്നെയാണുള്ളത്. ഈ സ്ഥലം വരെ വാഹനങ്ങൾ വരും. ഇവിടുന്ന് അങ്ങോട്ടിനി ട്രക്കിംഗ് ആണ്. ഏകദേശം 8 കിലോമീറ്റർ ദൂരമുള്ള ട്രക്കിംഗ്. എങ്ങനെയുണ്ട് ഈ ഒരു വാലി? മനോഹരമല്ലേ? ചില കാഴ്ചകളൊക്കെ മനോഹരമാണെങ്കിലും അവിടെ എത്തിപ്പെടാൻ ഒരുപാട് സാഹസികതയിലൂടെ യാത്ര ചെയ്യണം എന്ന് ഈ ട്രക്കിംഗ് കാണിച്ചു തരുന്നു. നാഗാലാൻഡിൻ്റെയും മണിപ്പൂരിൻ്റെയും അതിർത്തിയിലുള്ള സുക്കോ വാലി. കേട്ടറിഞ്ഞതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഈ സ്ഥലമെന്ന് ഇവിടെ വന്നപ്പോൾ മാത്രമാണ് മനസ്സിലാവുന്നത്. കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന ഈ പച്ചപ്പും ഈ മലനിരകളും സമാധാനവും നിശബ്ദതയും മാത്രം കൂട്ടിനുള്ളൊരിടം. വടക്കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ താഴ്വരകളിലൊന്ന്. ആദ്യം തന്നെ കഠിനമായ കയറ്റമാണെങ്കിലും അത് കഴിഞ്ഞെത്തുന്നത് ഈ പച്ചപ്പിലേക്കാണ്. മനോഹരമായ പരന്നു കിടക്കുന്ന ഈ പച്ചപ്പിലേക്ക്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2400 മീറ്റർ ഉയരത്തിലിരിക്കുന്ന ഈ വാലി നമ്മൾ കാണാത്ത അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ആ യഥാർത്ഥ കണക്ഷൻ നമ്മളുടെ ഉള്ളിലുണ്ടെന്ന് കാണിച്ചു തരും. ഈ സ്വർഗതുല്യമായ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇൻ്റർനെറ്റുമില്ല, കറണ്ടുമില്ല, നോട്ടിഫിക്കേഷനുകളുടെ ബഹളങ്ങളുമില്ല, അങ്ങനെയൊന്നുമില്ല. പ്രകൃതിയും നമ്മൾ മാത്രം ഈ ഡിജിറ്റൽ ലോകത്ത് നിന്നും ഒളിച്ചോടാൻ പറ്റിയൊരിടം. കഠിനമായ ട്രക്കിംഗ് ആണെങ്കിലും ഈ വഴിയിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ആ ഫീലുണ്ടല്ലോ, അത് വാക്കുകൾക്കപ്പുറമാണ്. നമ്മുടെ നാടിൻ്റെ പച്ചപ്പിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരനുഭവം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്തിലെത്തിയ പോലെ തോന്നും. പുറലോകത്തിൻ്റെ ബഹളങ്ങളില്ലാത്ത, മഞ്ചാടിക്കുരു വാരി കളിച്ച ആ പഴയ കുട്ടിക്കാലം പോലെ അത്രയും നിഷ്കളങ്കമായ ഒരന്തരീക്ഷം. ചില സമയങ്ങളിൽ നമ്മൾ ഇത്തരം സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്നത് നല്ലതാണ്. അതും ഒറ്റയ്ക്ക്. പ്രകൃതി നമ്മളോട് എന്തൊക്കെയോ മന്ത്രിക്കുന്നത് പോലെ തോന്നും. യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ കാറ്റും കുളിരും നേരിട്ട് അനുഭവിക്കണം. കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇതൊരു പാക്കേജ് ടൂറാണെന്ന്. ഏതാണ്ട് 60ഓളം ആളുകൾ അടങ്ങുന്ന ഒരു പാക്കേജ്. ഗ്രൂപ്പ് ടൂർ ആണെങ്കിലും ഞാനിപ്പോൾ ഒറ്റയ്ക്കുള്ളൂ. ഞങ്ങൾ നിൽക്കുന്ന ക്യാമ്പിൽ നിന്ന് നോക്കിയാൽ താഴെ ഈ അരുവി കാണാമായിരുന്നു. എവിടെ നിന്നോ ഒഴുകിയെത്തുന്ന ഈ അരുവി എങ്ങോട്ടോ ഒഴുകി പോകുന്നു. വൈകുന്നേരമായി തുടങ്ങിയാൽ പിന്നെ ആകാശം ഒരുങ്ങി തുടങ്ങും അസ്തമിക്കാൻ. പച്ചപുതച്ച ഈ കുന്നുകളിലേക്ക് സ്വർണ്ണപ്പൊടി വിതറും പോലെ ഈ പച്ചപ്പും ഈ ആകാശവും ഒരു മാസ്മരിക കാഴ്ചയായി മാറും. സൂര്യൻ വടചൊല്ലുമ്പോൾ സോക്കുവാലി കൂടുതൽ സുന്ദരിയാവുന്നത് പോലെ തോന്നും. ഞാൻ ഈ സായാഹ്നത്തിൽ ഈ സൗന്ദര്യത്തിൽ മുഴുകി അങ്ങനെ ഇരിക്കുകയാണ്. നേരം സന്ധ്യയെ തുടങ്ങുന്നു. തിരിച്ചു പോകണം. സൺറൈസ് കാണാൻ വേണ്ടി താഴോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇന്നലെ വന്ന അതേ സ്ഥലത്തേക്ക് തന്നെ. പക്ഷേ കാഴ്ചകളെല്ലാം വളരെ വ്യത്യസ്തമാണ്. നിങ്ങൾ ഈ ചെടികളുടെ മുകളിൽ കണ്ടോ? അതൊക്കെ ഐസായി മാറിയിട്ടുണ്ട്. ഏതാണ്ട് -ഡിഗ്രിയിൽ താഴെയാണെന്ന് എനിക്ക് തോന്നുന്നു. സൂര്യാസ്തമയത്തേക്കാൾ മനോഹരമായി ഈ സൂര്യോദയത്തെ കാണാൻ എനിക്ക് കഴിയുന്നില്ല. സൂര്യൻ ഓൾറെഡി ഉദിച്ചു കഴിഞ്ഞു. ഈ മലയുടെ മറവ് കൊണ്ട് കണ്ടില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ കാഴ്ചകൾ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന കാഴ്ചയാണിത്. എന്ത് മനോഹരമാണെന്നറിയോ? നോക്കത്താ ദൂരം വരെ പരന്നു കിടക്കുന്ന മനം മയക്കുന്ന ഈ കാഴ്ചകൾ. ഇന്നലെ കണ്ട ഈ അരുവിയൊക്കെ ശകലം ഐസായി മാറിയിട്ടുണ്ട് കേട്ടോ. പ്രതീക്ഷിക്കാതെ കാണാൻ കഴിയുന്ന കാഴ്ചകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അതൊന്നും പറഞ്ഞു മനസ്സിലായിപ്പിക്കാൻ കഴിയില്ല. കാഴ്ചകൾ മനോഹരമാണെങ്കിലും എല്ലുവരെ തുളച്ചു കയറുന്ന തണുപ്പാണ്. കാഴ്ചകളിൽ മുഴുകിയത് കൊണ്ട് അതൊന്നും അറിയുന്നില്ല എന്ന് മാത്രം. നമ്മൾ സാധാരണ കാണുന്ന മഞ്ഞുവീഴ്ചയൊന്നുമല്ല ഇത്. വല്ലാത്തൊരു തണുപ്പായതുകൊണ്ട് രാത്രിയിലെ മഞ്ഞുതുള്ളികൾ ചെടികൾക്കും പുല്ലിനും മുകളിൽ ഐസായി തുറഞ്ഞു നിൽക്കുകയാണ്. ആ ഐസ് പാളികൾക്ക് മുകളിൽ സൂര്യപ്രകാശം വീഴുമ്പോൾ വെള്ളി പോലെ തിളങ്ങുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ?
ഏതാണ്ട് കുറച്ച് സമയം കൂടി ഇവിടെ ഉണ്ടാകും, പക്ഷേ ഈ താഴ്വര തന്ന ഊർജ്ജം കൂടെ ഉണ്ടാകും. ഇത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒറ്റയ്ക്കുള്ള യാത്രയാണ് സിക്കിമിലേക്ക്. അപ്പം അടുത്ത കാഴ്ചകളുമായി പെട്ടെന്ന് കാണാം. ബൈ.